എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളിലെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്കും അതുപോലെ തന്നെ നാളത്തെ എൻ്റെ ഈ ഇൻഡെക്സുകളിലെ ട്രേഡിംഗ് പ്ലാൻ വിവരിക്കുന്ന വീഡിയോയിലേക്കും ഏവർക്കും സ്വാഗതം. ഇന്നലെ നിഫ്റ്റിയിലും സെൻസെക്സിലും ഞാൻ മാർക്ക് ചെയ്ത ലെവൽസ് ഇന്നലെ എങ്ങനെയാണോ മാർക്ക് ചെയ്തത് അതുപോലെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് ഈ ലെവൽസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് കൃത്യമായും നല്ല ട്രേഡുകളിൽ എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാനിലേക്ക് പോകും. അപ്പോൾ നിഫ്റ്റിയിൽ ഇന്നലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇങ്ങനെയാണ്. ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ഇതായിരുന്നു ലെവൽസ്. നമുക്ക് ഇന്ന് നിഫ്റ്റി ഒരു നല്ലൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് തന്നത്. ഇന്നലെ ക്ലോസ് ചെയ്തത് ഏകദേശം 23,330 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഏകദേശം 23,160 ഓപ്പണിംഗ് ആദ്യത്തെ ക്യാൻഡിൽ തന്നെ മുകളിലോട്ട് കയറി. എൻ്റെ ആദ്യത്തെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയാണ്, മീൻസ് ആദ്യത്തെ ട്രേഡ് വരുന്നത് ആദ്യത്തെ ഒരു 3 മിനിറ്റോ ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ ക്യാൻഡിൽ ഫോം ആയി അത് ക്ലോസ് ആയതിനു ശേഷം പിന്നീട് വരുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ എങ്ങോട്ട് സൂചിപ്പിക്കുന്നു, ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നോ ആ ഡയറക്ഷനിലേക്കായിരിക്കും ഞാൻ ട്രേഡ് എടുക്കുക. എങ്ങനെയാണ് ട്രേഡ് എടുക്കുക? ഡിസ്കൗണ്ടിൽ നിന്നും മുകളിലോട്ട് കയറി ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുക്കും. എൻട്രി എടുത്തു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ് അവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഡേയ്സ് ലോ ആയിരിക്കും. ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നിലനിർത്തിക്കൊണ്ട് ഞാൻ മുകളിലോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് അന്ന് അതുവരെ, അതായത് ഇന്ന് ഇതുവരെ രേഖപ്പെടുത്തിയ ഉയരം, ഇതായിരിക്കും എൻ്റെ ആദ്യത്തെ ടാർഗറ്റ്. ഈ ആദ്യത്തെ ടാർഗറ്റിനെ ഞാൻ കീപ്പ് ചെയ്തുകൊണ്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. ആദ്യത്തെ ടാർഗറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഡേയ്സ് ഐനെ അതുവരെ ക്രിയേറ്റ് ചെയ്ത ഡേയ്സ് ഐനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ലെവൽ വരെ ഞാൻ ട്രേഡ് ചെയ്യും. ആ ഒരു ലെവലിന്റെ അടുത്ത് നിന്നും ഇല്ലെങ്കിൽ ആദ്യത്തെ ടാർഗറ്റിന്റെ അടുത്ത് നിന്നും ഒരു റിജക്ഷൻ ക്യാൻഡിൽ വരുന്നതായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, സൂചിപ്പിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് അങ്ങനെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ, ക്യാൻഡിൽസ് അങ്ങനെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത് പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുക്കും. അപ്പൊ നമുക്ക് രാവിലെ തന്നെ നല്ലൊരു കോൾ ഓപ്ഷനും കിട്ടി, അതിനുശേഷം പുട്ട് ഓപ്ഷനും കിട്ടി. പുട്ട് ഓപ്ഷൻ ആണെങ്കിലോ താഴോട്ട് വന്ന് സപ്പോർട്ട് എടുത്തത് നമ്മൾ മാർക്ക് ചെയ്ത സപ്പോർട്ട് ലെവലിൽ. പിന്നീട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രി ചാൻസ് കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടുന്ന് വീണ്ടും ഒരു റിജക്ഷൻ കിട്ടി, പ്രൈസ് പിന്നെയും മുകളിലോട്ട് കയറി. എന്നാൽ തൊട്ട് മുൻപത്തെ ഹൈയോളം പോയില്ല. ഈ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും റിജക്ഷൻ ക്യാൻഡിൽസ് വരാൻ തുടങ്ങി. അവിടെ നമ്മൾ കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവേണ്ടതായിട്ടുണ്ട്. വീണ്ടും പുട്ട് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ വീണ്ടും തൊട്ട് മുൻപുണ്ടാക്കിയ ലോയാണ് ടാർഗറ്റ്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ എവിടെയും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഈ ഒരു ലെവലിന്റെ ഈ ഒരു പോയിന്റിന് ശേഷം ഒരു 11-11:30 ശേഷം നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അതിനുശേഷം കൺസോൾട്ടേഷനാണ് പോയത്. ഒരു പ്രീമിയം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ നഷ്ടമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അതിനുശേഷം ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം പ്രീമിയം DK സംഭവിക്കും. പ്രൈസ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തില്ലെങ്കിൽ DK സംഭവിക്കും. അപ്പം അങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവാതെ ഇന്നത്തെ പ്രൈസ് ആ ഒരു മൂവ്മെന്റ് സ്റ്റോപ്പായി. ഇതായിരുന്നു നിഫ്റ്റിയിൽ ഇന്ന് ഉണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റി. രാവിലത്തേക്ക് കോൾ ഓപ്ഷനും അതിനുശേഷമുള്ള പുട്ട് ഓപ്ഷനൊക്കെ ഈസി ആയിട്ട് ഈ ലെവൽസ് ഉള്ള ഒരാൾക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് സെൻസെക്സിൽ ഞാൻ ഇന്നലെ മാർക്ക് ചെയ്ത ലെവൽസ് ഇന്ന് എങ്ങനെ പെർഫോം ചെയ്ത് നോക്കാം. സെൻസെക്സിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽ ഇങ്ങനെയാണ്. ഇവിടെയും ആദ്യത്തെ ഒരു 3 മിനിറ്റോ ഇല്ലെങ്കിൽ 5 മിനിറ്റോ ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം പിന്നീട് വരുന്ന ക്യാൻഡിൽ ഏത് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നു നോക്കും. ആ ഡയറക്ഷനിലോട്ടാണ് ഞാൻ ആദ്യം ട്രേഡ് എടുക്കുക. ട്രേഡ് എടുക്കുന്നത് തരുന്ന ഡിസ്കൗണ്ടിൽ നിന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം, പിന്നീട് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ലെവൽ വരെ ട്രേഡ് ചെയ്യും. അപ്പോൾ ഏത് പോയിന്റിൽ നിന്നാണോ ഇതുപോലെ ഞാൻ റിജക്ഷൻ ക്യാൻഡിൽസ് ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റിജക്ഷൻ ക്യാൻഡിൽസ് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫോം ആയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത് പിന്നീട് പുട്ട് ഓപ്ഷനിലേക്ക് ഞാൻ ട്രേഡ് ചെയ്യും. അപ്പം ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഡേയ്സ് ലോ ആയിരിക്കും. മുകളിലോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത് പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യും. ഇവിടെയും നമുക്ക് സപ്പോർട്ട് ലെവല് ആണ് ആദ്യത്തെ ടാർഗറ്റ് ആയിട്ട് വരിക. അവിടെ നിന്ന് വീണ്ടും ഒരു റിജക്ഷൻ ക്യാൻഡിൽ ആ ഒരു പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ കോൾ ഓപ്ഷൻ അത്ര നന്നായി കിട്ടിയിട്ടില്ല നമുക്ക്. പിന്നീട് അതിനുശേഷം
നിഫ്റ്റിയും സെൻസെക്സ് ഒക്കെ ഏകദേശം ഒരുപോലെ ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. അപ്പോൾ രണ്ടും കൺസോളിഡേറ്റ് ആയിപ്പോയി. രണ്ടും കൺസോളിഡേറ്റ് ആയത് നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസിന്റെ ഇടയിലാണ് അല്ലെ. നിഫ്റ്റി നോക്കിയാലും സെൻസെക്സ് നോക്കിയാലും നമ്മുടെ ആ ഒരു സപ്പോർട്ട് ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് അത് അവിടെ കൺസോളിഡേറ്റ് ആയി പോയത്. അപ്പോൾ ഇത്രയുള്ള നിഫ്റ്റിയിലും സെൻസെക്സിലും ഇന്ന് ഉണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റി, ആദ്യത്തെ ഒരു 1, 2, 3 ട്രേഡൊക്കെ നമുക്ക് വളരെ എളുപ്പം ലെവൽസ് ഉണ്ടെങ്കിൽ ട്രേഡ് ചെയ്തെടുക്കാവുന്ന ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. ഇനി നിഫ്റ്റിയിലും സെൻസെക്സിലും നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയെന്ന് നോക്കാം. നാളത്തെ എൻ്റെ ലെവൽസ് എങ്ങനെയാണെന്ന് നോക്കാം. നിഫ്റ്റിയിൽ നാളത്തെ എൻ്റെ ലെവൽസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ട്രേഡിംഗ് പ്ലാൻ പറയുമ്പോൾ നാളെ വെള്ളിയാഴ്ച ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ക്യാപ് അപ്പോ ക്യാപ് ഡൗണോ എന്തും തരട്ടെ. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഓപ്പണിങ്ങിൽ ആദ്യത്തെ 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡലിനെ നിലനിർത്തിക്കൊണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു എന്ന് നോക്കുക. എന്നിട്ട് ആ ഡയറക്ഷനിലോട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കാം. ട്രേഡ് എടുക്കുന്നത് ഇപ്പോൾ സപ്പോസ് ക്യാൻഡിൽസ് സൂചിപ്പിച്ചത് മുകളിലോട്ടാണ്. ആദ്യത്തെ ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യാൻഡിലൊക്കെ ഇത് മുകളിലോട്ട് ഇങ്ങനെ കയറി പോയെങ്കിൽ നാലാമത്തെയോ അഞ്ചാമത്തെയോ ക്യാൻഡിലൊക്കെ താഴോട്ട് വന്നിട്ട് നമുക്കൊരു ഡിസ്കൗണ്ട് തരുന്നുണ്ടോ എന്ന് നോക്കുക. ഡിസ്കൗണ്ട് എത്തിയിട്ട് അവിടെ നിന്നൊരു ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് റിജക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് എൻട്രി എടുത്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അതിന് തൊട്ട് താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അല്ലെങ്കിൽ സേഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഡേയ്സ് ലോ ആണ്. ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് നിലനിർത്തിയിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ആ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആണ് ആദ്യത്തെ ടാർഗറ്റ്. പിന്നീട് മുകളിലോട്ട് ഈ ലെവലുകളെല്ലാം ടാർഗറ്റുകളായിട്ട് വരും. പ്രതീക്ഷിക്കുന്നത് 23,278, 23,306, 23,325 എന്നീ ടാർഗറ്റുകൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ആയിട്ട് വരും. നല്ലൊരു ലെവലുമായിട്ട് ആക്ട് ചെയ്യും. 23,325 എന്ന ലെവല് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. 23,325നെയും ബ്രേക്ക് ചെയ്ത് 350നെയും ബ്രേക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ അതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 23,450ലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ 23,450 ടാർഗറ്റ് ആക്കി വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. എവിടെ നിന്നാണോ ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ റിജക്ഷൻസ് നമുക്ക് തരുന്നത്, ഏത് ലെവലിന്റെ അടുത്ത് വെച്ചിട്ടാണോ തരുന്നത്, അവിടെ നിന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത് പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇനി ഓപ്പണിങ്ങിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യാൻഡിലൊക്കെ താഴോട്ടാണ് ഡയറക്ഷൻ സൂചിപ്പിച്ചതെങ്കിൽ താഴോട്ട് ട്രേഡ് എടുക്കാം. തരുന്ന ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്ത് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് താഴോട്ട് എൻട്രി സൂചിപ്പിച്ചു കഴിഞ്ഞാൽ, റിജക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോ ആണ് ആദ്യത്തെ ടാർഗറ്റ്. പിന്നീടുള്ള ടാർഗറ്റുകൾ എന്ന് പറയുന്നത് 23,215, 23,132, 23,115 പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അത് ബ്രേക്ക് ചെയ്ത് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് 23,071 നല്ലൊരു ടാർഗറ്റ് ആയിട്ട് വെച്ച് താഴോട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. അതിന്റെയും താഴെ നമുക്ക് ഒരു ക്യാൻഡിൽ, ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു 1-2 മിനിറ്റ് അതിനെ താഴെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് തന്നെ പ്രതീക്ഷിക്കാം. പിന്നീട് പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് ആയിട്ട് വരുന്നത് 22,994 ആണ്. അപ്പൊ ഈ ടാർഗറ്റുകളെല്ലാം നിലനിർത്തിയിട്ട് കീപ്പ് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പൊ ഏത് ലെവലിന്റെ അടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ടച്ച് ആയിട്ടോ ആണോ നമുക്ക് ഒരു റിജക്ഷൻ കിട്ടുന്നത്, അവിടെ നിന്ന് പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത് കോൾ ഓപ്ഷനിൽ എൻട്രി എടുത്ത് മുകളിലോട്ട് തന്നെ ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പൊ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ ഇങ്ങനെയായിരിക്കും. റിജക്ഷൻ വരാത്തത് വരെ ഞാൻ എക്സിറ്റ് ആവില്ല. റിജക്ഷൻ ക്യാൻഡിൽ എപ്പോഴാണോ വരുന്നത് അപ്പോഴായിരിക്കും ഞാൻ എക്സിറ്റ് ആവുക. ഓക്കെ, എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, അതായത് ഇപ്പോൾ കോൾ ഓപ്ഷൻ എടുത്തിട്ട് മുകളിലോട്ട് കയറിയിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ഇപ്പോൾ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ, റിജക്ഷൻ ക്യാൻഡിൽസ് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത് പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ താഴോട്ടാണെങ്കിലും ഇപ്പൊ ഈ വൈറ്റ് ലൈൻ, അതായത് 23,115ന്റെ അടുത്ത് വെച്ചിട്ടോ ഇല്ലെങ്കിൽ അത് ടച്ച് ആയിട്ടോ അവിടുന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഞാൻ പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത് കോൾ ഓപ്ഷനിൽ എൻട്രി എടുത്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ താഴോട്ടുള്ള എൻ്റെ ടാർഗറ്റുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയായിരിക്കും നിഫ്റ്റിയിൽ. അതുപോലെ മുകളിലോട്ടുള്ള എൻ്റെ ടാർഗറ്റുകൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെയായിരിക്കും. സെൻസെക്സിലെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് സെയിം നിഫ്റ്റിയിൽ പറഞ്ഞ അതേ രീതിക്ക് തന്നെയാണ്. പക്ഷെ ടാർഗറ്റ്സ് ലെവൽസ് വ്യത്യാസം വരും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സെൻസെക്സ് നാളെ എവിടെ ഓപ്പൺ ആയാലും, ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഫ്ലാറ്റ് ഓപ്പണിംഗ് എവിടെ ഓപ്പൺ ആയാലും, സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ
ആദ്യത്തെ 5 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യാൻഡിൽസ് ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നു എന്ന് നോക്കും. ആ ഡയറക്ഷനിലോട്ടായിരിക്കും ട്രേഡ് എടുക്കുക. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ മുകളിലോട്ട് അത് ഫോം ആയിട്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യാൻഡിൽ മുകളിലോട്ടാണ് സൂചിപ്പിച്ചതെങ്കിൽ ഞാൻ മുകളിലോട്ടായിരിക്കും ട്രേഡ് എടുക്കുക. തരുന്ന ഡിസ്കൗണ്ടിൽ നിന്ന് ട്രേഡ് എടുത്ത് മുകളിലോട്ട് ട്രേഡ് എടുക്കും. പ്രതീക്ഷിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് അന്ന് അതുവരെ, അതായത് നാളെ അതുവരെ രേഖപ്പെടുത്തിയ ആ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആയിരിക്കും ആദ്യത്തെ ടാർഗറ്റ്. പിന്നീട് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മുകളിലുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നത് 76,493, 76,585 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നീട് അത് ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ഒരു 5 മിനിറ്റോ 15 മിനിറ്റോ ക്യാൻഡിൽ അതിന് മുകളിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്കെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 76,680, 76,775 ടാർഗറ്റുകളാക്കി വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അവിടെയും 76,775 നല്ല ടാർഗറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും, നല്ല റെസിസ്റ്റൻസ് ആയിട്ട് പ്രവർത്തിക്കും. 76,775 മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പിന്നെയും കുറച്ച് സമയത്തേക്കെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് 77,036 വരെ പ്രതീക്ഷിക്കാവുന്നതാണ് ടാർഗറ്റ്. ഇനി രാവിലത്തെ 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ അത് ഫോം ആയി അത് ക്ലോസ് ആയതിനു ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യാൻഡിൽ താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ താഴോട്ട് നമ്മൾ ട്രേഡ് എടുക്കും. ഡിസ്കൗണ്ടിൽ നിന്ന് ട്രേഡ് എടുത്ത് താഴോട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ടാർഗറ്റുകളായിട്ട് വരുന്നത് 76,168, 75,914. പിന്നീട് പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് ആയിട്ട് വരുന്നത് 75,755 ആയിരിക്കും. അത് നല്ലൊരു ടാർഗറ്റ് ആയിട്ട് പ്രവർത്തിക്കും. അതിന് താഴെ ഒരു 15 മിനിറ്റ് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ കുറച്ച് സമയത്തേക്കെങ്കിലും 2-3 മിനിറ്റ് നേരത്തേക്കെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 77,683, 75,572 എന്നീ ടാർഗറ്റുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക്. അവിടെയും 75,572 താഴെ കുറച്ച് സമയത്തേക്കെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 75,439 പ്രൈസ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ താഴോട്ടുള്ള എന്റെ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. സെൻസെക്സിൽ മുകളിലോട്ടാണെങ്കിൽ ഇതൊക്കെയാണ് ടാർഗറ്റുകളായിട്ട് വരിക. നിങ്ങൾ ഈ ലെവൽ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് റീഡ് ചെയ്യാനെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ചാർട്ടിനെ ഒന്ന് അനലൈസ് ചെയ്യാനെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടകം കാര്യം മനസ്സിലായിട്ടുണ്ടാവും ലെവൽസ് എത്രത്തോളം നല്ല രീതിക്ക് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. തീർച്ചയായും കമന്റ്സ് രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഈ ഒരു ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത്, നമ്മുടെ ട്രേഡിംഗ് ആ ഒരു രീതിയും എങ്ങനെ പെർഫോം ചെയ്യുന്നു, നമുക്ക് ഉപകാരപ്രദമാവുന്നുണ്ടോ എന്നുള്ളത് നാളെ വൈകുന്നേരത്തെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിന്റെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.